എന്റെ പേര് അബിൻ മേരി സ്റ്റീഫൻ. ഒരു കൊച്ചു ജനിച്ച് ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ ഒരു പിങ്ക് ടൗലി പാവത്തിന് എടുത്ത് അതിന്റെ അച്ഛൻ്റെ കൊണ്ട് കൊടുക്കും. അത് ഇങ്ങനെ എടുത്ത് ആ മനുഷ്യന് ഒരു ചുംബനം കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് ഒമ്പത്തെ ചെറുക്കന്റെ മുറിച്ച മുറിയ കൊച്ച് ഒന്ന് നോക്കിയേ, ഒന്ന് നോക്ക്. ആ കവിള് കണ്ട, ആ മൂക്ക് കണ്ടോ, ഉമ്മടെ ചെറുക്കനെ കൂട്ടി തന്നിരിക്കണേ. ഈ 28 വയസ്സായ പയ്യന്റെ മുഖാണോ ഈ 1/2 മണിക്കൂർ മുമ്പ് പെറ്റ കൊച്ചിന്? എനിക്കറിയാൻ പാടില്ല. പക്ഷെ കണ്ണ് നമ്മുടെ അകത്തിറങ്ങണ കൊച്ചിന്റെ ആ പീലിയുടെ ഒരു വളവ് കണ്ടില്ലേ? എനിക്കും അറിയാൻ പാടില്ല. എന്റെ ചോദിക്കണേ, ഇവനും ആ അകത്തിടങ്ങണ പെണ്ണെങ്ങാനും പറഞ്ഞോ ഇത് എന്റെ പിള്ളയല്ലാന്ന്? ഈ തള്ള വന്ന് തള്ളേണ്ട വല്ല കാര്യമുണ്ടോ? എല്ലാ ലേബർ റൂമിലും കാണുന്ന കാഴ്ചയത്. ഈ കൊച്ചൊരു ഇച്ചിരി വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പേരിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. പണ്ടത്തെ പേരൊക്കെ എന്ത് രസമുള്ള പേരായിരുന്നു. ഇപ്പൊ എന്റെ പേര് തന്നെ എടുക്കാം. അബിയുണ്ട്, അഭിറാമുണ്ട്, അഭിലാഷുണ്ട്, അഭിത്തുണ്ട്, പിന്നെ അഖിലുണ്ട്, അമലുണ്ട്, ആകാശുണ്ട്, ആശിഷുണ്ട്, ആദർശുണ്ട്, പിന്നെ ഒരു ആനന്ദുണ്ട്, ഒരു വിഷ്ണു ഉണ്ട്. എല്ലാ നാട്ടിലുണ്ട്. ഇപ്പോഴത്തെ പേര് കേൾക്കണം. 2022 ഇതുപോലെ ട്രെൻഡാൻ പോണ ഒരു പേരുണ്ട് കേട്ടോ, ആദം. പിന്നെ ലൂക്ക. എന്റെ പൊന്ന് രമേശേട്ടാ, ലൂക്ക എന്നൊക്കെ പേരിട്ടാണ് പയ്യൻ ഒരു 12ാം ക്ലാസ് ആകുമ്പോ അവന്റെ കളിപ്പേരെന്താന്ന് വല്ല ഐഡിയ ഉണ്ടാ? ഞാൻ പറയണില്ല, സെൻസർ ചെയ്യും. നിങ്ങളത് ആലോചിച്ചെടുക്ക്. ഇപ്പോഴത്തെ പേരുകളേക്കണം. എറുട്ടിട്ട് താഴ്ത്തിട്ട് തോഴിരിക്ക്. അജേട്ടാ 100 ml ഒരു എഞ്ചിൻ ഓയിൽ മേടിച്ച് നാക്കിൽ ഒഴിക്കണം. നാക്ക് കൂടിങ്ങ ചെറുവരിലിട്ട് തിറ്റിക്കാനായിട്ട്. ഈ പണ്ട് കാലത്ത് നമ്മുടെ ഫോട്ടോ വെച്ച് ഭാഗത്ത് സൂന്തമുറുക്കാൻ വിൽക്കാൻ തന്നെ ബായിക്കുകയാണ്. ഞാൻ ഇങ്ങനത്തെ സ്റ്റൈലിഷ് നെയിംസ് കേട്ടിട്ടുള്ളൂ. അതൊക്കെ പൊട്ടിന്നൊക്കെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞതേ ഈ വക പരിപാടിക്കൊന്നും ഞാനില്ല കേട്ടോ. എന്റെ കൊച്ചിന് എന്റെ അച്ഛന്റെ പേര് നമ്മുടെ ലാൽ ജൂനിയറൊക്കെ ഇട്ടേക്കണ അവനൊരു ഇൻസ്പിറേഷൻ ആണ്. ഞാൻ പറഞ്ഞു നീയാണ് മാറ്റം, നീയാണ് മാറ്റത്തിന്റെ മാറ്റൂലി, അങ്ങനെ തന്നെ ചെയ്യടാ കൂട്ടുകാർ, അങ്ങനെ മതി എന്ന് പറഞ്ഞു. ദിവാകർ മനോഹർ, ഒരു രസമുണ്ട്, നല്ലൊരു പേര്. ഞാൻ പറഞ്ഞു നന്നായിടാ. പേരിട്ട് പിറ്റേ ദിവസം അകത്തുനിന്നൊരു വിളി, ദിവാകരാ നിക്കറിലും ഉള്ളരുതിനി. ഈ പാവം മനുഷ്യൻ ഫ്രണ്ടിലിരുന്ന് പേപ്പർ വായിക്കാണേ. പെടലി വെട്ടി തിരിഞ്ഞു ബാക്കിലേക്ക്. ഭാഗ്യം ഇന്നല്ല കൊച്ചിനെ പറഞ്ഞേ, അത് വിഷയല്ലാട്ടോ, അത് കൊച്ചിനെ പറഞ്ഞതാ. നിങ്ങൾ ഇത് എന്താ സാറേ, ടെൻഷൻ വിട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ മനോഹരൻ വന്നിട്ട് പറഞ്ഞേ, ദിവാകരാ മിറ്റത്തുനിന്ന് കയറിപ്പോടാ, 2 അടിയും തന്നാളുണ്ടല്ലോ. നാട്ടില് പാട്ടാ, മനോഹരൻ ആള് ശരിയല്ല, ആള് തന്ത തല്ല, ആ കാർന്നവരെ തലക്കടിക്കുന്നു പറഞ്ഞവൻ ഇങ്ങനെ പടർന്നു. ഏറ്റവും വിഷയം 3ന്റെ അന്നായിരുന്നു കേട്ടോ. ഇവന്റെ വൈഫ് പറഞ്ഞു, ദിവാകര പാല് കുടി. ഈ പാവപ്പെട്ടവൻ പറഞ്ഞു, പൊന്നു മോനെ കൊച്ചിന്റെ പേര് മാറ്റ്, നാട്ടാരച്ഛനെ കൈവയ്ക്കും. ഇവൻ പറഞ്ഞു, അച്ഛാ പേര് മാറ്റാൻ വല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്തു പോയില്ലേ, എന്താ ചെയ്യാ? വേണ്ട, നീ പേര് മാറ്റണ്ട. 60ാം വയസ്സില് രമേശേട്ടാ ആ പാവം മനുഷ്യൻ ഗസ്റ്റഡി കൊടുത്ത് പേര് മാറ്റിട്ടോ, ബദ്രിനാഥ്.